നല്ല പ്രഭാതം. നല്ല ഉഷാറായിട്ട് ഇറച്ചി വരട്ടി പൊറാട്ടി കടിച്ചല്ലേ. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസമാണെന്നാണല്ലോ പറയുന്നത്. വഫാത്തായ ദിവസം വരുമ്പോൾ, ആണ്ടറതി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആരാ? ഖദീജ ബി റളിയല്ലാഹു അൻഹ. അവര് വഫാത്തായ ദിവസം വന്നാൽ, നമ്മളെ ഭാഷയെ പറഞ്ഞ ആണ്ട് വന്നാൽ, ബുഖാരിയിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിനെ അറുക്കുകയും അവിടുത്തെ ഖദീജ ബീവി ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ചങ്ങാഴ്ചമാരിലേക്ക്, ഒരു കൂട്ടുകാരികളിലേക്ക് അത് എത്തിച്ചു കൊടുത്തിരുന്നു. അതപ്പോൾ ഇന്ന് രാവിലെ നമ്മളെ നല്ല സംഗതി, അതിന് ഓൽക്ക് പ്രശ്നം കേട്ടോ, മനസ്സില സംഗതി. ഇത് ശിർക്കാണെങ്കിലും അതിൻ്റെ ആ കായം ഭയങ്കര ടേസ്റ്റാണെന്നാണ് ഓരോ കാഴ്ചപ്പാട്. പിന്നെ ഇനിയിപ്പോൾ ജന്മദിനാന്ന് വെക്കുക, പിന്നെ അങ്ങനെ ഇന്ന് ജന്മദിനമാണല്ലോ. അത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ ഹാവിയിലൊക്കെ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വട്ടം അഖീഖത്ത് അറുത്തിരുന്നു. ഒന്നാര്? വല്ലിപ്പ 7ാമത്തെ ദിവസം അഖീഖത്ത് അറുത്തു. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തു എന്ന്. അത് എന്തിനാച്ചാൽ അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചിട്ടാണ്. അപ്പോൾ ഇത് ആരെന്നെ ചെയ്തു തന്നാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചെയ്തു. പിന്നെ ഞാൻ വളരെ ലളിതമായി എല്ലാ ദിവസവും നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണല്ലോ. ഇന്ന് ഞാൻ ആണ്ട് പിന്നെ ചോദിക്കല്ല, എന്നാലും സ്വന്തം നഫ്സിനോട് നമുക്കിങ്ങനെ ചോദിക്കാമല്ലോ. ഓരോരുത്തർക്കും ഇത് കേൾക്കണം, ഓരോരുത്തർക്കും ചോദിക്കാം. ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിലുടനീളം, ലോകത്ത് മുഴുക്കെ, സൗദി അറേബ്യ പോലെയുള്ള അപൂർവം ചില രാജ്യങ്ങളിലൊക്കെ അവരുടെ രാജഭരണത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു റാലി നടക്കില്ല. ഇവിടെ ഇപ്പോൾ ലീഗ്, മാർക്സിസ്റ്റ്, കോൺഗ്രസ്, BJP എല്ലാ റാലിയും നമ്മളെ നാട്ടിൽ അത് അവിടെ നടക്കും ഇല്ല. അപ്പോൾ അത് അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് പോകുന്നൊരു സംഭവമാണ്. സക്കരിയ സൊലായി എന്നെ പറയുന്നുണ്ട് 50 കൊല്ലം മുമ്പ് ആ കട നടന്നീനി. മാത്രമല്ല അൽമവായുൽ ദുനിയ പോലെയുള്ളതിലൊക്കെ നമുക്ക് കാണാം. പിന്നെ മക്കാരെ കുറിച്ച് പറയുന്നു, ലാ യസാലു യഹ്തഫിലൂന ബി മീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മീലാദ് ആഘോഷിക്കാറുണ്ടായിരുന്നു, ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം. ഞാൻ പറഞ്ഞതല്ല, നമ്മൾ വളരെ സിമ്പിളായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആയത്തുകൾ ഓതിയിട്ടുണ്ട്. അതുപോലെ പിന്നെ അതിൻ്റെ ഓരോ പ്രമാണങ്ങളും പല വിധത്തിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യണ ഒരു പരിപാടി, ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ അലങ്കാരങ്ങൾ, തോരണങ്ങൾ, ഇപ്പോൾ അതിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് പിന്നെ വേഷം വന്നിപ്പോൾ നല്ല LED ബൾബ് ലൈറ്റുകൾ. ഇതിപ്പോൾ ഖുർആനിലുണ്ടോയെന്ന് ആരും ചോദിക്കുമോ? സാധാരണ നമ്മൾ കത്തിക്കുന്ന സംഭവമാണ്. ചോദിക്കോ? മാഷാ അല്ലാഹ്, ഉണ്ടാവില്ല, ചോദിക്കും. അത് വലിയിട്ടില്ലാണ്. അതായത് ബൾബ് ഇപ്പം നിങ്ങൾ കത്തിച്ചാൽ അത് വിദേഹത്തല്ലേ, അത് പിന്നെ നരകത്തേക്കാണ്. ഇവരാര് വേൾഡ് കപ്പിൻ്റെ ടൈമിൽ ഈ ഫ്ലക്സ് വെച്ചപ്പോഴും ഇവിടെ ഫാൻസ് പറഞ്ഞ ആരാധകരെന്നല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് എല്ലാവരും പാടെ വന്ന് പിന്നെ ഏറ്റവും വലിയ ഫ്ലക്സ് വെക്കാനാണ് പിന്നെ ആളുകൾ ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു മുറിച്ചുത്തി മൗലവി നമ്മളെന്താ ഇല്ല, കണ്ടില്ല. ഇപ്പോൾ ഓണാഘോഷമാണ്, എല്ലാവരും കാണാനില്ല. അപ്പോൾ അതൊന്ന് വേൾഡ് കപ്പ് ഒന്ന് ഇസ്ലാമിൻ്റെ പേരിലല്ലോ. ഒന്ന് ഒരു മുസ്ലിമായ ഒരു ആൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ പേരിലാവുമ്പം പറ്റൂല, ഇസ്ലാമിൻ്റെ പേരിലല്ലെങ്കിൽ പറ്റൂ, അങ്ങനെ ഉണ്ടോ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മുസ്ലിമാണ്. ഓൻ റബീഉൽ അവ്വൽ മുസ്ലിമാണ്, ഓൻ വേൾഡ് കപ്പ് വന്നാലും മുസ്ലിമാണ്, ഓണാഘോഷം വന്നാലും മുസ്ലിമാണ്, ഏത് സമയത്തും മുസ്ലിമാണ്. അതിരിക്കട്ടെ. അപ്പോൾ പിന്നെ നമ്മളെ ഈ മാല ഇതിനൊന്നും പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി എന്താണ്? റാലിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കൂട്ടായിട്ടാണ് നമ്മളെല്ലാവരും എന്താണ് ഇരിക്കണത്. ഇതിപ്പോൾ ഇങ്ങനെ വരിക്കിങ്ങനെ നിന്നാൽ ഞാൻ ചോദിക്കണേ, ശിർക്കാവല്ലോ? മാഷാ അല്ലാഹ്, എന്താവില്ല ശിർക്കാവില്ല. നിങ്ങൾ സ്വന്തം നഫ്സിനോട് ചോദിച്ചാൽ മതി. മീലാദാഘോഷം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ് അല്ലേ? എന്തെല്ലാം പ്രോഗ്രാം ഈ പറഞ്ഞ വഹാബികൾ തന്നെ, എന്തെല്ലാം സമ്മേളനങ്ങൾ. അപ്പോൾ അത് പിന്നെ അതിനോൽക്ക് ആയത്തും ഹദീസൊന്നും വേണ്ട. അപ്പോൾ വളരെ ലളിതമായി ഓരോരുത്തരും ഇവരിൽ നിന്ന് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഓലെ സപ്പോർട്ട് ഇട്ടിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യലോ.
നിങ്ങൾ ഈ ചെയ്തത് നല്ല സുന്നത്തായി നല്ല ഉഷാറായി പോലെ ഒരു സപ്പോർട്ട് ഇടും. നമ്മളെ കുത്തുബ കൊളാക്കില്ലേ, അണ്ടി കുത്തുബാക്കി. തറാവി എന്തായി എത്രയെന്ന് ഇപ്പോഴും തീരുമാനമില്ല. ആദ്യം 11 പറഞ്ഞു, പിന്നെ 8 പറഞ്ഞു, പിന്നെ 20 പറഞ്ഞു, പിന്നെ അത് ഇടയ്ക്ക് 10 കഴിഞ്ഞു. ഇങ്ങനെ പിന്നെ അപ്പൊ അത് തീരുമാനം. എല്ലാ സംഗതികളും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവര് പിന്നെ അംഗീകരിച്ചിട്ട് ഒരു പരിപാടി എന്താവില്ല, നടക്കൂല. എന്ത് സൽക്കർമ്മം നമ്മൾ ചെയ്താലും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മാസത്തിലും ഇല്ലാത്ത ഇപ്പൊ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റി പറയാണ്. പക്ഷെ അവർ പറയണത് എന്താണ്? സന്തോഷിക്കരുത് എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒന്ന്, അപ്പൊ ഈ റാലി ഇനിയിപ്പോ 2 വരിയൊക്കെ ആയാലും അല്ല, അങ്ങനെ ഉണ്ട് വിൽക്കേ. ഈ പിന്നെ നമ്മളെ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അരി വിതരണം ചെയ്യും, മാംസം വിതരണം ചെയ്യും. വെച്ചാൽ എന്താവും? ശരിക്കും ഈ അടുപ്പ് കൂടെ കയറുന്ന സാധനം ഇത് ഭയങ്കര രസമല്ലേ. അപ്പോ ആയിക്കോട്ടെ, പിന്നെ എന്ത് റാലി അത് പ്രശ്നമില്ലല്ലോ, ഇല്ല. നീളത്തിൽ ഇങ്ങനെ ഇപ്പോൾ കുറേ ആൾക്കാർ നിന്ന് വിചാരിച്ചുണ്ട്. പിന്നെ ഈ മൈക്കും സെറ്റുമാണ് ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടോന്ന് ചോദിക്കുമോ? ചോദിച്ചൂടെ? ഇല്ല അല്ലേ? അല്ല, ഒരു സംഗതി നമ്മൾ പിന്നെ ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് ശിർക്കാണ് ബിദ്അത്ത്. പ്രവർത്തനങ്ങൾ ശിർക്കാവും. ബഹുദൈവ വിശ്വാസല്ലേ, ബിദ്അത്തും വരുന്നത് വിശ്വാസത്തിലല്ലേ? നിങ്ങൾ ശരിക്കും ആലോചിക്കണം. നിങ്ങൾ ഈ സംഗതികളൊക്കെ എല്ലാവരും ചെയ്യുന്ന സംഗതിയാണ്. പക്ഷെ നമ്മള് എല്ലാവരും ലേറ്റ് എല്ലാവരും കിട്ടുന്നുണ്ട്, പിന്നെ റാലി എല്ലാവരും നടത്തുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരു കുട്ടികൾ പാട്ട് പാടി അരച്ച് ഇല്ലല്ലോ. പാട്ടൊരു ചെറുക്കാവോ? ഇല്ല. സ്വഹാബികളിന് എത്ര പാടി? എത്ര പറയാൻ കഴിയും? മഹാന്മാരായ സ്വഹാബികള് താബിയങ്ങൾ പാടിയ 100 കണക്കിന് പാട്ടുകൾ. ഞാനിപ്പോൾ ആ പ്രമാണത്തിലേക്ക് കടക്കുക. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ഭക്ഷണം കൊടുക്കാം. ഇപ്പൊ ആർക്കും എതിരുണ്ടാവല്ലോ, ഭക്ഷണം ഒന്നും കൊടുക്കാലോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ എഴുതിയപ്പോൾ ഇത് വരുന്നു. ഇനിയിപ്പോ റാലിയും LED ബൾബ് രണ്ടും കൂടി ശരിക്കില്ലല്ലോ, ഇല്ലേ? പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യണ ഒരു 10 കാര്യം കൂട്ടുള്ളൂ. ഈ 10 കാര്യം ഒരുമിച്ച് കൂടിയാലും ശിർക്കില്ല. അപ്പൊ ആയിക്കോട്ടെ, പ്രവർത്തനങ്ങളിൽ എന്തില്ല? ശിർക്കില്ല. പിന്നെ ഇപ്പൊ ഇത് ചെയ്യണത് റബീഉൽ അവ്വൽ 12-നാണ്. അതൊരു അബദ്ധമാണ് ഓല് പറയണത്. നമ്മൾ 12-ന് മാത്രം അത് ചെയ്യണേ അല്ല, റബീഉൽ അവ്വൽ മൊത്തം ചെയ്യും. റബീഉൽ അവ്വൽ ചെയ്യാ ചില മറസിലൊക്കെ റബീഉൽ അവ്വലിന്റെ പരിപാടി നടക്കുക റബീഉൽ ആഖിറിലാണ്. ഓരോ ഇവനും കൈവനും അനുസരിച്ചിട്ട് ചില ദിവസമൊക്കെ 40 ദിവസം വലുതാണ്. അപ്പൊ ഇത് റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12-ന് ബഹുമാനമുണ്ട്, അതിന് മഹത്വമുണ്ട് എന്ന് ഉൾക്കൊള്ളുന്നതാണോ? എവിടെയാണ് ഇവലി പറഞ്ഞ ശിർക്ക്? നബി സല്ലല്ലാഹു അള്ളാന്റെ ഒരു നിഅമത്ത് അള്ളാഹ് തന്നാൽ വദക്കിരുഹും ബി അയ്യാമില്ല, ആ നിഅമത്തുകൾ അള്ളാഹു തആല തരുന്ന നിഅമത്തുകൾ ഇറങ്ങിയ ദിവസം. ഇപ്പൊ നോക്കി, ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറാണത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 30,000-ഓളം വരുന്ന മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണിത്. ഖുർആൻ ഇറങ്ങുന്നില്ല. ആ ഖുർആൻ ഇറങ്ങിയെന്നാ ലൈലത്തുൽ ഖദറാണ്. അപ്പൊ ഈ ഖുർആൻ ഇറങ്ങിയ ദിവസത്തിന് മഹത്വല്ലേ ഉണ്ട്. ഖുർആൻ ആർക്കിറങ്ങിയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയാണ്. മുഹറം 10-ന് വലിയ മഹത്വമുണ്ട്, അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അത് അള്ളാഹിന്റെ നിയമത്ത് ഇറങ്ങിയാണ്. ഇനിയിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഹിജ്റ അതൊരു ഭയങ്കര സംഭവമാണ്. വഹി കിട്ടിയ നുബുവത്ത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു അടിസ്ഥാനം ഏതാ? റസൂൽ ജനിച്ചണ്ടേ? നിങ്ങൾ ആലോചിച്ച്, ഈ ഒരുപാട് ദിവസങ്ങൾ, രാവുകൾ, പകലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ അടിത്തറ ഏതാണ്? മൗലിദാണ്. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനനം. എല്ലാറ്റിൻ്റെയും അടിത്തറ അതാണ്. ആ ജനിച്ച സമയത്തിന് മഹത്വമുണ്ട് എന്ന് എത്ര ഇമാമിയങ്ങളാ പറഞ്ഞത്. അപ്പോ അത് വിഷയമായി. ഇതൊക്കെ എന്താ പറയുക? തെളിവില്ലായിട്ടല്ല, വെളിവില്ലായിട്ടാണ്. അതാണ് ഇതിന്റെ അടിത്തറ. അതാണ് തെളിവില്ലായിട്ടല്ല, അതായത് പിന്നെ ഇതിനൊരു ഒളിവാണ്. ഒളി അതായത് 100 തൗഫീഖ്. എന്തെല്ലാം പ്രോഗ്രാമുകൾ നമ്മളെ നാട്ടിൽ എതിർക്കും. ഇവർ ആരും കൊടിമ്പടി എടുക്കാൻ വരും. അവരെന്നെ പ്രോഗ്രാം നടത്തുന്നു. ആ പ്രോഗ്രാമൊക്കെ റസൂൽ ചെയ്താ? അല്ല.
അമലുൽ മൗലിദ്, അതാണ് മൗലിദ് ആഘോഷം. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഇതിനൊക്കെ നമ്മളിപ്പോൾ അമലുൽ മൗലിദ് പറഞ്ഞാൽ എന്താ, മൗലിദ് ആഘോഷം എന്ന് പറഞ്ഞൊരു പരിപാടിയല്ലേ, അത് പറ്റുമല്ലേ എന്ന് പറയേണ്ടത് ഫുഖഹാക്കളല്ലേ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളെ ഷാഫി മദബിലെ മുഹരിറാണ്, മദ്ഹബിന്റെ മുഹരിറാണ്, ഏറ്റവും വലിയ മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അല്ലേ. ആ നവവി റളിയല്ലാഹു അൻഹു ഉസ്താദാണ് അബൂശാം റളിയല്ലാഹു അൻഹു. അവര് പറയാണ് ഈ ദിവസത്തിന്റെ മഹത്വം, ഈ മൗലിദ് കഴിക്കുന്നതിന്റെ ആവശ്യകത അവർ പറയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു, ഇമാം സഖാവി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു, പിന്നെ ഇങ്ങനെ തുടങ്ങി ഡസക്കണക്കിന് പണ്ഡിതന്മാർ. സാധാരണ ഇപ്പൊ നമ്മള് പിന്നെ ഏത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉലമാവ് ഇമാമുമാർ എന്തു പറഞ്ഞു എന്ന് നോക്കുക. എത്ര ഇമാമിങ്ങളാ പറഞ്ഞത് ഈ ദിവസത്തിന്റെ മഹത്വവും അതുപോലെ മീലാദ് ആഘോഷത്തെ പറ്റിയും അത് കഴിക്കുന്ന ഇബ്നു തൈമിയ പോലെ പറഞ്ഞു എന്നുള്ളത് നമ്മളെന്തായി ഇന്നലെ പറഞ്ഞു. ഇനി അങ്ങനെ അവരൊക്കെ പറഞ്ഞിരിക്കെ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. മുസ്ലിമീങ്ങൾ ഒരു കാര്യം നന്നായി കണ്ടാൽ, അവിടെ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ഫാദിലെ ബറൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ പോലുള്ളവരൊക്കെ പറഞ്ഞു, അൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാമുമാർ, പണ്ഡിതന്മാർ, അവരൊരു കാര്യം നല്ലതായി കണ്ടാൽ ഫഹുവ ഇൻദല്ലാഹി ഹസൻ, അത് അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ്, നല്ലതാണ്. ഇതാണ് നമ്മളെ ധൈര്യം. ഹദീസായ ഓതിയത് മനസ്സിലായോ? നമ്മുടെ ഇമാമുമാർ, മഹാന്മാർ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സംഗതി ഒരു ദിക്റ് അല്ലെന്ന് അത് ഇന്ന ഇമാം ഇന്ന കിതാബ് പറഞ്ഞാൽ നമ്മൾ ചൊല്ലും. അവർ മീലാദ് ആഘോഷത്തെ കുറിച്ച് എത്ര പറഞ്ഞു, ഞാൻ അതൊന്നും ഇല്ല എന്ന് വെച്ചാലാ ഞാൻ പറഞ്ഞു ഇതിൽ ഏതാണ് തെറ്റെന്ന്. ഇത് തെറ്റില്ല, അത് തെറ്റില്ല, പിന്നെ അത് ഒന്നായിട്ട് കൂടുമ്പോൾ തെറ്റുണ്ടോ? അതുമില്ല. അപ്പൊ ഇതൊരു വിരോധമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് എന്താവരുത്, അത് പാടരുത്, പറയരുത്. പക്ഷെ അത് നടക്കൂല. കാരണം അള്ളാഹ് പറഞ്ഞാണെന്ത്, വറഫഅന ലക ദിക്റക്, നബിയെ അങ്ങയുടെ സ്മരണ നമ്മൾ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ എന്തായാലും ആലോചിച്ചു, കഴിഞ്ഞ കൊല്ലത്തിനായിട്ട് ഉഷാറില്ലേ കൊല്ലം സോഷ്യൽ മീഡിയ പരിശോധിച്ചാലും നമ്മുടെ നാട് പരിശോധിച്ചു, അടുത്തൊല്ലം ഒന്നുകൂടി ഉഷാറും, അടുത്തൊല്ലം ഒന്നുകൂടി ഉഷാറും. പക്ഷെ അതങ്ങനെ വളരെ ഉഷാറായി. എല്ലാവർക്കും നബിദിനാശംസകൾ അറിയിക്കാൻ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ.